എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ കഴിഞ്ഞ് ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അതോ സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൗകര്യമൊരുക്കുന്ന SNM-IMT മാലിങ്കരയിൽ അഡ്മിഷൻ നേടും. SNM-IMTയുടെ പ്രത്യേകതകൾ: എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന 2 കോഴ്സുകൾ, ഉയർന്ന അക്കാഡമിക് നിലവാരം, പരിചയസമ്പന്നരായ മികച്ച അധ്യാപകർ, ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ, പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്ലേസ്മെന്റ് സെല്ലുകൾ, സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ, കായിക താരങ്ങളെ നാഷണൽ തലം വരെ എത്തിച്ച കായിക പരിശീലകർ, മാനുഷിക മൂല്യങ്ങളെ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാൻ NSS യൂണിറ്റുകൾ, വിദ്യാഭ്യാസ രംഗത്ത് 100 വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ്, കൂടാതെ സൗജന്യ യാത്രാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കുന്നു. വിജയകരമായ ഭാവി ഉറപ്പുവരുത്തുന്നു. വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ. SNM-IMT എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ്, മാലിങ്കര. ജലമിത്ര ഭാവിയിലേക്കുള്ള കരുതൽ. മന്ത്രി റോഷി അഗസ്റ്റിൻ. റാന്നിയുടെ ജനകീയ ജലസംരക്ഷണ പദ്ധതി ജലമിത്ര ഭാവിയിലേക്കുള്ള കരുതലെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ തപോവൻ അരമനയിലെ കലമണ്ണിൽ ഉമ്മനച്ചൻ മെമ്മോറിയൽ ഹാളിൽ ജലമിത്ര പദ്ധതി ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ജലസ്രോതസ്സുകളാൽ സമ്പന്നമാണ് സംസ്ഥാനം. സമൃദ്ധമായ മഴയും ലഭിക്കുന്നു. എന്നാൽ ശുദ്ധജല ദൗർലഭ്യം കുറയുന്നുവെന്ന് ഭീഷണി. കിണറുകളിൽ മലിനമാകാതെ വെള്ളം സംരക്ഷിക്കപ്പെടണം. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം 270 കോടി ജനങ്ങൾ കുടിവെള്ളത്തിനായി ബുദ്ധിമുട്ടുന്നു. സംസ്ഥാനത്ത് 3.5 വർഷത്തിനുള്ളിൽ 44 ലക്ഷം കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാനായി 18 വകുപ്പുകളുടെ പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന ജലമിത്ര പദ്ധതി മികച്ച സന്ദേശം നൽകുന്നു. ജലം ശ്രദ്ധയോടെ ഉപയോഗിച്ച് ഭാവിയിലേക്കും പ്രയോജനപ്പെടുത്താൻ പദ്ധതി സഹായിക്കും. കുഴൽക്കിണറുകൾ, ആർട്ടിഫിഷ്യൽ റീചാർജിംഗ്, കിണർ സംരക്ഷണ പദ്ധതി തുടങ്ങി നിരവധി പ്രവർത്തനം ഇതിന്റെ ഭാഗമായി ഉണ്ടാകുമെന്ന് മന്ത്രി അറിയിച്ചു. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ചടങ്ങിൽ നമ്മൾ പങ്കെടുക്കുക. ഏതൊരു ചടങ്ങിനും സവിശേഷതയുണ്ടെങ്കിലും ചില ചടങ്ങുകൾക്ക് പ്രത്യേകതയുണ്ട്. ഏതൊരു ചടങ്ങിനും വിമർശനം ഉണ്ടെങ്കിലും ചില ചടങ്ങുകൾക്ക് വിമർശനാതീതമാണ്. ഇതിൻ്റെ പ്രത്യേകത ജലമിത്ര എന്നുള്ള ഈ പദ്ധതി തെളിനീരൊഴുകും റാന്നിക്കായി എന്ന ആ ലോഗോ പ്രകാശനത്തിലൂടെ നിങ്ങൾ കണ്ടു. റാന്നിയിലെ എല്ലാ കുടുംബങ്ങൾക്കും ജീവജാലങ്ങൾക്കും എന്ന് എക്കാലവും ആവശ്യമുള്ള ഒരു വിഷയത്തിൽ കക്ഷി, രാഷ്ട്രീയ, ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഒരുമിച്ച് ചേരാൻ സാധിക്കുന്ന ഒരു കേന്ദ്രീകൃത ബിന്ദുവിലേക്കാണ് പ്രമോദ് നാരായണൻ നടന്നെടുത്തത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനത്തിൻ്റെ മികവും അതിനേക്കാൾ ഉപരിയായി റാന്നിയിലെ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നതിൽ കാണിച്ച സവിശേഷതയാർന്ന ഔന്നിത്യവുമാണ് എന്നുള്ളത് കൊണ്ട് ശ്രീ പ്രമോദ് നാരായണനെ ആദ്യമായി അഭിനന്ദിക്കുവാൻ ഞാൻ അവസരം വിനിയോഗിക്കുന്നു. നമ്മുടെ നാടിൻ്റെ വിഷയങ്ങളെ നല്ലവണ്ണം അപഗ്രഥിക്കുക. ഈ പദ്ധതി എന്താണ് വെളിപ്പെടുത്തുന്നത്? ഭാവിയിലേക്കുള്ള ഒരു കരുതലാണ്. ഇവിടെ അഭിയന്റെ പിതാവ് സൂചിപ്പിച്ചില്ലേ, തോട്ടിലൂടെ അല്ലെ പുഴയിലൂടെ ഒഴുകുന്ന സമൃദ്ധമായ ജലം കണ്ടപ്പോൾ സന്തോഷം തോന്നുമെങ്കിലും അതിൻ്റെ ഉപയോഗത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് അമ്മ നൽകിയ നിർദ്ദേശം ശിരസാ വഹിച്ചത് മുതലാണ് എനിക്കിങ്ങനൊരു ചിന്തകളെ ഉദയം ചെയ്തത് എന്ന് പിതാവ് പറഞ്ഞത് എത്ര അർത്ഥവത്തായ ഒരു യാഥാർത്ഥ്യമാണ്. കേരളത്തിലായപ്പോൾ നമ്മൾ ജലത്തെക്കുറിച്ച് അങ്ങനെ വലിയ ജലസമൃദ്ധമായ റാന്നിയെ വരും തലമുറയ്ക്ക് കൈമാറുമെന്ന് അധ്യക്ഷൻ പ്രമോദ് നാരായണൻ MLA പറഞ്ഞു. റാന്നിയിലെ 12 സ്കൂളുകളിൽ ഹരിത കേരള മിഷൻ ജലലാബുകൾ ഒരുക്കും. തെളിനീർച്ചാൽ, കുളം, തോട് എന്നിവയ്ക്ക് സംരക്ഷണം ഒരുക്കും. വീടുകളിൽ മഴവെള്ള സംഭരണിയും കുഴികളും സാധ്യമാക്കി എല്ലാ കുടുംബങ്ങളെയും പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റുമെന്നും MLA പറഞ്ഞു. മുഖ്യപ്രഭാഷണം നടത്തിയ ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണൻ പദ്ധതിയുടെ ലോഗോ ഡോക്ടർ ജോസഫ് മാർ ബർണബ സഫ്രഗൻ മെത്രാപ്പൊലീത്തയിൽ നിന്നും ഏറ്റുവാങ്ങി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം, റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KS ഗോപി, മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ S. ആദില, ഭൂവിനിയോഗ കമ്മീഷണർ യാസ്മിൻ L. രതീഷ്, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.